ചാനൽ അർച്ചനാസ് വ്ലോഗ്. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് എനിക്കൊരു ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, അതുപോലെ അമ്മയ്ക്കും ഇന്ന് ജോലി ഇല്ല കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പം രാവിലെ എണീറ്റിട്ടുണ്ട്, തൊണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊരു കിച്ചുണ്ട്, പനിമോടാണെന്ന് തോന്നുന്നു, മൂക്കും ചെറുതായിട്ടൊരു സീൻ തരുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. രാവിലെ എണീക്കുമ്പോഴുള്ള കോലോട്ട് ഇത്. നേരെ അടുക്കളയിലോട്ട് പോകാം, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാം. നമുക്ക് ചായ മസ്റ്റ് ആട്ടോ. അപ്പം രാവിലെ ചായ കുടിക്കാം, തൊണ്ടയ്ക്കത്തെ കിച്ചും കൂടെ ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ നമ്മുടെ നോ മൈൻഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ബിസി പേഴ്സൺ ആയിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയോ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ എന്തോ ഒരു സംഭവം കുക്കറി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് പുട്ടാണെന്ന് തോന്നുന്നു, പുട്ടുകുറ്റിയൊക്കെ ഇരിക്കുന്ന കണ്ടു. നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ല ചൂട് പുട്ട് കേട്ടോ. കാസറോളിനകത്തോട്ട് തട്ടിയിടും കേട്ടോ. നമുക്ക് തിന്നാൻ തന്നെ കൊതിയാവുന്നത്. അതിന് മുന്നേ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, പിന്നെ തിന്നാൻ നമുക്ക് പുട്ടൊക്കെ. ഗ്ലാസ് ചായയോ ഒരു ബിസ്ക്കറ്റും കൂടെ എടുത്തോണ്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്കിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച്. ക്ലാസ്സില്ലാത്ത ദിവസം കേട്ടോ. ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. ഇടയ്ക്കൂടെ കുറേ കാക്കകളൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ, അതിനൊക്കെ കൊടുക്കാൻ വേണ്ടി. എന്നാൽ ഞാൻ കൊടുത്തില്ല. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ പുട്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ട്, ഒരു മുട്ടയുണ്ട്, പിന്നെ പഴമുണ്ട്. പുട്ടിന് കുട്ടയിട്ട് പഴമുണ്ട്. അപ്പം നമുക്കതൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ കടല അങ്ങനെ ചാറായിട്ടുള്ള കറിയൊക്കെ ഉണ്ടോ, മീൻ കറിയും അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് ഇങ്ങനെ പരട്ടി കുഴച്ചിനാണ് ഭയങ്കര ഇഷ്ടം. പഴം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മ ഒന്നും ഉണ്ടാക്കില്ല. അമ്മ പറഞ്ഞു പഴം കൂട്ടി ഞാൻ കഴിച്ചാൽ മതിയെന്ന്. അല്ലെ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. നമുക്കതിനുള്ള മടിയായതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻചാറൊക്കെ ഒഴിച്ച് ചൂടോടെ പുട്ട് ചെയ്യണം, നല്ല ടേസ്റ്റ് കേട്ടോ. മീൻചാറൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഈ പഴംകുട്ടി വലിയ ഇഷ്ടമൊന്നുമല്ല. വിശക്കുന്നു. രാവിലെ എണീറ്റപ്പോഴേ വിശപ്പായിരുന്നു. ഞാൻ വേണ്ടി ചായ കൂടെ ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാതേക്കണം. അപ്പം ഞാനത് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ മറന്നു. ഇനി അമ്മ കൊണ്ടുത്തരുവാം. അപ്പം ഞാനിത് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കേട്ടോ. കുട്ടി എന്തത്തിന് വന്നേ ഞങ്ങളുടെ വീട്ടിൽ? ചക്കയോ? പഴുത്തേക്കോ പച്ചച്ചക്കയോ വേവിച്ച ചക്കയോ? വേവിച്ച ചക്കയോ? ഇയാൾ രാവിലെ ഞങ്ങളുടെ അമ്മ ചക്ക ഉണ്ടാക്കിയായിരുന്നു. അതാ അമ്മ അതാ എടുത്തോണ്ട് പോന്ന്. ലച്ചു നിനക്ക് പഴങ്ങിച്ചിക്കകത്തിട്ട് കുടിക്കാനാണോ? അയ്യോ അങ്ങനെ പറയാതപ്പേ. എന്തോ കറി വേണോ? മീൻകറി വേണോ? അതുണ്ടോ? എനിക്ക് ഞങ്ങളുടെ മീൻകറി ഇത്തിരി കൊണ്ട് തരണം. ഇതേ ചക്കയും കൊണ്ട് പോയ കുരുപ്പാട്ടി. ഈ കുരുപ്പ് എവിടെ പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി ഒന്ന് കണ്ണെഴുതി കൊടുക്കുമോ ചേച്ചീന്ന് ചോദിച്ച് വന്നേ കേട്ടോ. വന്നതും എൻ്റെ നെയിൽ പോളിഷിലാട്ടോ ഇവളുടെ നോട്ട്. ഇവള് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇളയ ഒരു കുരുപ്പും കൂടെ ഉണ്ട്. എപ്പോൾ വന്നാലും എൻ്റെ നെയിൽ പോളിഷിലാട്ടോ രണ്ടെണ്ണം കൂടെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇവൾക്ക് എന്നെ ഒരു വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇവിടെ വന്ന് ക്യാമറയെ നോക്കുന്നുണ്ട്. കണ്ണൊക്കെ എഴുതിയത് കുളവാക്കിയോ ചേച്ചി എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ടൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ പശുവാട്ടോ, നമ്മുടെ കിങ്ങിണി പശു. അമ്മ എന്നെ ഏൽപ്പിച്ചാണ് ഇതിന് കൊടുത്ത കാടി തട്ടിക്കളയാതെ ഇത് കുടിക്കുന്നുണ്ടെന്നൊക്കെ. അത് ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ട്. ഈ കിങ്ങിണി എനിക്ക് പേടിയാട്ടോ. എനിക്കിതിനെ പേടിയാ. പണ്ടൊന്നും സീനില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു സീൻ തന്നപ്പം ഞാൻ പിന്നെ എൻ്റെ അടുത്തോട്ട് പോകത്തില്ല. അധികം പോകും എങ്കിലും അടുത്തോട്ട് വരുന്നുണ്ട്. എൻ്റെ കൊമ്പുണ്ട്. നമുക്ക് കുത്തുകൊള്ളാതെ നമുക്ക് എണീക്കാൻ കേട്ടോ. ചിലപ്പോൾ സീനായാലോ. അവൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ടാറ്റ കിങ്ങിണി, ടാറ്റ. ഇതാട്ടോ നമ്മുടെ എഴുത്തിൽ. ഇവൻ മാത്രമല്ല വേറൊരെണ്ണവും കൂടെ ഉണ്ട്. അങ്ങനെ പോച്ച് തിന്നാൻ കൊണ്ടുപോയേക്കുവാണ്. ഇതിനെ ഇപ്പം കറക്കാൻ ആൾ വരും, അതുകൊണ്ട് ഇവിടെ കെട്ടിയേക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ ഉച്ച കഴിഞ്ഞ് പിന്നെ ഇപ്പോഴായിട്ട് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് കയറി കിടന്നങ്ങ് ഉറങ്ങി പോയിട്ടോ. ഭരണിക്ക് വരെ പോകണമായിരുന്നു. അപ്പം പോയിട്ട് വന്ന് അതേപടി പോയി കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇപ്പം എന്തേ എണീറ്റതേ ഉള്ളൂ. എണീറ്റ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുക. ചായ കുടിച്ച് തീരാറായപ്പോഴോർത്ത് ഞാൻ ഡെയിലിമേലിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ റോളാക്കി ഇട്ടിട്ടുണ്ട്.
അങ്ങനെ സന്ധ്യയ്ക്ക് നമുക്ക് വിളക്ക് എത്തിക്കാൻ നേരമായപ്പോൾ നമ്മൾ പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു കേട്ടോ. പിന്നത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടു. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തായിട്ട് ഞാൻ ഓർത്തത് നമുക്കപ്പോൾ നൈറ്റ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കിടന്നൊന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ആ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വേണമെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പുതിയ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.